ഭാഗ്യം അവള് വന്നില്ലെന്ന്. വന്നെങ്കിൽ പാല് തെറ്റിദ്ധരിച്ചേ. ഹലോ ബ്രദർ, പോവാം. എന്ന് നോക്കിക്കോ. ഒന്നുമില്ല, പോവാം. ഹലോ, എങ്ങോട്ടാ മോള്? ഈ മരണത് എവിടെ നിന്ന് വന്നു? പള്ളിക്ക്. ഞാനുണ്ട്. അതെന്താ? എനിക്ക് പള്ളിയിൽ വരാൻ പാടില്ല. കാറ്റീസം കഴിഞ്ഞ പിന്നെ 2 കൊല്ലം പള്ളി കയറാത്ത ഇവനാ. ഇപ്പൊ എവിടെ നിന്ന് പുതാതെയും വന്ന അവസ്ഥാവേ. തമ്മിക്കേട്ടൻ വെയിറ്റ് ചെയ്യോ? ഹേയ്, എന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നു? എന്റെ ട്രൂ ലവ് മനസ്സിലാക്കാൻ പറ്റാത്ത അങ്ങനെയിരിക്കും. കൊടുത്തോ? ഇല്ലടാ, കിട്ടി. അടി വാങ്ങിച്ചിട്ട് നിന്ന് ചിരിക്കണ. നീ എന്ത് ചെയ്യും? അടിയല്ല, ഒരാളെ കിട്ടിയെന്ന്. അത് ശരി, നീ അവിടെ ഹ്യൂമൻ ഹണ്ടിന് പോയതാണോ? ഹ്യൂമൻ ഹണ്ടാ? അതെന്തോന്ന്? ട്രഷർ ഹണ്ടൊക്കെ പോലത്തെ. നീ എന്റെ കയ്യകലത്തിൽ നിന്ന് മാറിന്നോട്ടാ. ശരി ശരി, കാര്യം പറ. എടാ, തൻവിക്കിന്റെ പെങ്ങളെ എനിക്ക് ഇഷ്ടായിരുന്നു. ഓഹോ, ഒരു പെണ്ണിനെ കണ്ടപ്പോ പിന്നെ റിവെഞ്ച് ഒക്കെ പോയാ? റിവെഞ്ച് എവിടെ പോവാൻ? ഇത് നീ റിവെഞ്ച് അല്ലേ? അപ്പൊ നീ റിവെഞ്ചിന് വേണ്ടിയാണോ ചെയ്യുന്നത്? പോയടാ, അവളെ ഒന്നും ചതിച്ച് എനിക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റില്ല. പരിണ ആലോചിക്കുമ്പോ തന്നെ ஊருக்குள்ளக்கூடி பொண்ணு யாரையும் நினைக்கலையே, முந்தன் முகம் பார்த்த பின்ன எதுவும் பிடிக்கலையே, பொன்னோடைய பார்வையில என் உடம்பு வெகுதடி, பக்கத்தில நீ இருந்தா என் வயசு நோகுதடி, கண்ணிரண்டில் மோதி நான் விழுந்தேனே, காரணம் இன்றியே நான் சிரித்தேனே, என் மனதும் ஏனோ என்னிடம் இல்லை, வேண்டிய വന്നോ മിസ്റ്റർ തൻവിക് അഹൂജ? വന്നല്ലേ പറ്റൂ. നിന്നെ കാണണ്ടേ എനിക്ക്? എടാ, നീ ഇവനെ കണ്ടിഷ്ടപ്പെട്ടില്ലെന്നല്ലോ പറഞ്ഞു. തിണ്ടി അമ്മേ, എന്തെല്ലാം പോയി. എനിക്ക് പാലൂന് ഇഷ്ടം. അവളുടെ പേര് പാലൂന്നല്ല. ഓ, പരിണ. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഓഹോ, അങ്ങനെയുണ്ടോ? ഞാൻ ഇഷ്ടപ്പെട്ടാലല്ലേ അവളെ ഇഷ്ടപ്പെടുത്തുള്ളൂ. സാരമില്ല, ഞാൻ ഇഷ്ടപ്പെടുത്തിക്കോളാം. നീ ഇവിടെ പഠിക്കാനല്ലേ വന്നേ? അപ്പൊ പഠിക്കും. പെമ്പിളരെ പിന്നാലെ നടന്ന് സമയം കളയാനിക്കൊണ്ട്. അവൻ എന്താടാ നിന്നോട് കയറിങ്ങ? ഒരു കണ്ണാമ്പും സത്യം. നിനക്കെന്താടാ അവളെത്ര ഇഷ്ടം? അവളെന്റെ നാഗവലി അല്ലേടാ. അപ്പൊ നിന്നെ ശങ്കരനാരായണൻ കൊന്നോളൂ. ശങ്കരനാരായണനോ? ശങ്കരാചാര്യർ. ശങ്കരാചാര്യരോ? നീ ഉദ്ദേശിച്ചത് ശങ്കരൻ നമ്പിയാണോ? അത് തന്നെ. ഇന്ന് പോയായിരുന്നു. ശരി, സമ്മതിച്ചു. 2 ആഴ്ചത്തേക്കല്ലേ? ശരി, ഞാൻ അമ്പലത്തിൽ പൊക്കോളാം. ശരി അമ്മ, ബൈ ബൈ. അപ്പയോട് അന്വേഷിച്ചു എന്ന് പറയണേ. ഇതാരത്? അല്ല, ഇന്നത്തെ അമ്പലത്തിൽ വരാനേ? ഇന്നലെ എന്നോട് വരാന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ വീട്ടിൽ നിന്ന് വരണ്ടേ? ഇന്നലെ ഞായറാഴ്ച, ഇന്ന് തിങ്കളാഴ്ച, കോളേജുള്ള ദിവസമല്ലേ? ശരി. അല്ല, താനിവിടെ എന്താ പഠിക്കുന്നേ? ഞാനോ? BCA. BCA? ഞാൻ BCA സെക്കൻഡ് ഇയർ ആണ്. അതെനിക്കറിയാലോ. തന്നിക്കേട്ടന് വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? എന്നെ കണ്ണൻ. കണ്ണൻ? ഞാനിനി കണ്ണേട്ടാന്ന് വിളിച്ചോളാം. അപ്പൊ ബൈ ബൈ കണ്ണേട്ടാ. ബൈ ബൈ.
ഹേയ് നാഗവല്ലി, പോകണം. ആരമ്മ പോവാണോ? ഞാൻ പാറുമല്ല, പതിനാഹൂച്ച. ഞാൻ പറഞ്ഞു വിളിക്കും. ഞാൻ ശരിക്കും നാഗവല്ലിയാവേ? ആകോ, ശരിക്കും ആകോ? ഇന്നത്തെ രാത്രിയില് ഉമ്മനം കൊന്നു ഉറക്കത്തെ കുടിച്ച് നടനമാണ്. അടിപൊളി. உங்ககிட்ட ஒரு வாட்டி சொன்னா புரிய மாட்டேனா? நீ பின்னாடி நடக்கக்கூடாது. ഇങ്ങനെ ഡയലോഗൊന്നും അതിലില്ലല്ലോ. உங்ககிட்ட எத்தனை வாட்டி நான் சொல்லணும்டா? ആളു എന്താണ് ചേട്ടാ നിന്നെ പേടിക്കാത്ത? ഓ, എന്നെ പേടിപ്പിച്ചതാണോ? കൊള്ളായിരുന്നു കൊള്ളായിരുന്നു. என் கண்ணில் வந்து நின்று என்னை பறித்தாய் என்னாகும் உயிரே உயிரே. എന്റെ കൃഷ്ണ, അയ്യോ അമ്മച്ചി, അയ്യോ ആന്റി കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ ഒരു ബോംബ് പൊട്ടുന്ന ഒച്ച കേട്ടത് ഞാൻ? അയ്യോ ആന്റി, അത് തോന്നിയതാണ്. ഒന്നും പൊട്ടിയില്ലല്ലോ? ഒന്നും പൊട്ടിയില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. താങ്ക്സ് മോനെ. ശരി ആന്റി. അല്ല കണ്ണേട്ടാ, ആ ആന്റി എന്താ കൃഷ്ണന്ന് വിളിച്ചേ? ഇവിടെ മൂർഖനാണെന്നല്ലേ പറഞ്ഞു? ഈശ്വര, മൂർഖനല്ല, മുരുകൻ. മുരുകയ്യ ക്ഷമിക്കണം, ഇമാതിരി പണി ഒപ്പിച്ചിട്ട് നിനക്ക് ഇതാണ് ചോദിക്കാൻ? അതൊരു അബദ്ധം പറ്റിയതല്ലേ. സ്പെഷ്യൽ ക്ലാസ് ഫസ്റ്റ് ഇയറുകാർക്ക് ഇത് ഞാൻ വിശ്വസിക്കണം. അതിന് നീ പഠിക്കുന്നതല്ലോ ഞാൻ പഠിക്കുന്നത്. എന്നാ ഞാൻ കൊണ്ടാക്കാം. അയ്യോ വേണമെന്നില്ല, ഞാൻ ഇത്ര നാളെ ബസ്സിനല്ലേ പോയി, അങ്ങനെ തന്നെ പൊക്കോളാം. എനിക്ക് വിശ്വാസമില്ല. ഇനി എന്താ? കോളേജിൽ പോകുമ്പോ കുളിക്കാത്ത നീ ഇന്ന് കുളിച്ചു. ഹാ, തീർന്നില്ല. എങ്ങനെയും ബസ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ കണ്ണിന്റെ പേര് പോലും കളയാതെ പോകുന്ന നീ ഇന്ന് കണ്ണെഴുതിയിരിക്കുന്നു. Even you put lipstick, foundation and blush on. മുടി അമ്മക്കെട്ട് കെട്ടി ബൺ എന്ന പേരിലുള്ള ഹെയർ സ്റ്റൈലാണെന്ന് പറഞ്ഞു പോണ നീ മുടി അഴിച്ചിരിക്കുന്നു. ഐ കാൺ ട്രസ്റ്റ് യു. ഈ പാട്ടയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? സത്യം പറഞ്ഞു. ഓ, എന്റെ ക്ഷമയുടെ ഡെഡ് എൻഡ് ആയി. ഇപ്പൊ നീ എന്നെ വിട്ടില്, നീ വീട്ടിൽ നിന്ന് പാതിരാത്രിക്ക് ഇറങ്ങി പോണ കാര്യം ഞാൻ മുന്നോട്ട് പറഞ്ഞു. നിനക്ക് 2 ആഴ്ച സ്റ്റഡി ലീവ് കിട്ടിയതല്ല, അടി ഉണ്ടാക്കിയിട്ട് സസ്പെൻഷൻ കിട്ടിയതാണെന്ന് ഞാൻ പറയും. നീ പോക്കോ. That's my book. Love you. എന്ത് രസമാണ് കേൾക്കാൻ. പിള്ളേരൊക്കെ വീണത് തന്നെ. നീ പറഞ്ഞിട്ടാ ഞാൻ പാടാൻ പാടാം. എന്തൊക്കെ ആവോ എന്തോ. ഡസ്റ്റിൻ, ഇവരോട് ഇവിടുന്ന് പോകാൻ പറ. ഓ, ഇവന്റെ പേര് ഡസ്റ്റ്ബിൻ എന്നാണോ? ഡസ്റ്റ്ബിൻ അല്ല, ഡസ്റ്റിൻ. ഓക്കെ ഓക്കെ. സാഗർ, എനിക്ക് താല്പര്യമില്ല എന്ന് പറ. മുന്നിലല്ലേ നിൽക്കുന്നേ, നിനക്ക് അങ്ങോട്ട് പറഞ്ഞാ പോരെ, അവന് ശരിയാക്കാം. ഇപ്പൊ 6 പോണു, ഞാൻ ഇപ്പൊ വരാമേ. നിക്ക്, നീ എങ്ങോട്ടും പോകണില്ല. അയ്യോ എടാ, ജിയാ നന്മ നിറം വരുന്നു. ഇവരെങ്ങനെ കണ്ടാ ഇവരെ കൊണ്ട് കിസ് വരെ ചെയ്യിപ്പിക്കുകയാണ്. തന്നിക്ക് മതിടാ. നീണ്ടും മിണ്ടാതിരുന്ന ഡസ്റ്റ. ഇനി മെക്കട്ടെ കയറിയ തന്നിക്ക് ഞാൻ അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് കളയും. അതിനിവിടെ എത്താ പറമ്പ്. എന്താണ് പിള്ളേരുടെ? നീ ഒന്ന് പോയടാ. എന്നെ തന്നെയല്ല പറഞ്ഞു. എന്താ പിള്ളേര, ഇത് ഞാനാണ് സുകുമാർ സാർ. സുകുമാരൻ എന്നല്ലേ സാറേ? അതാണ് അവിടുത്തെ വിഷയം.
അല്ല അതല്ല പ്രശ്നം. അയ്യോ സാറ്. ഓക്കെ, എന്താ ഇവിടെ പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുക. അത് വേണം സാർ. കൊടുക്ക. Now you may hug. ഹഗ്ഗോ? നോ വേ. നിങ്ങൾ ചെയ്യുന്നു, ഞാൻ കംപ്ലൈന്റ് ചെയ്യാം. പട്ടി. சேர்ந்து வாழ்வதே வாழ்க்கை இன்பம் துன்பம் யாவும் சேர்ந்து செதுக்கிடும் வாழ்வை. ഇനി ഐ ലവ് യു പറ. ലവോ? ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അർത്ഥങ്ങൾ. സാർ വിവരിക്കണ്ട. ഐ ലവ് യു. ഐ ഡു ലവ് യു. ഗുഡ്. ഇനി പിരിഞ്ഞു പോവും. വാടാ നമുക്ക് പോവാം. മനസ്സമ്മതം കഴിഞ്ഞിട്ട് പന്നി അവിടെ നിന്നു. നീ കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. നിങ്ങൾ എന്താണ് കപ്പിൾസോ? സാഗറെ നീ നിർത്തിക്കോ, എന്റെ സമയം അടുത്തിട്ടുണ്ട്. ഇന്നെന്നുള്ളിൽ പൂക്കാലം കളി. ലിയ, നിന്നെ ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. ഉള്ളൊരു സെലക്ഷൻ. കളിയാടാ